iOS 17.2.1 എന്നൊരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ macOS 14.2.1, iOS 16.7.4, iPadOS 16.7.4 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. watchOSന് യാതൊരു അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ iOS 17.2.1ൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റിയും ബഗ് ഫിക്സസിനെ പറ്റിയും സെക്യൂരിറ്റി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 17.2.1 എന്ന അപ്ഡേറ്റ് iPhone XR വന്നിരിക്കുന്നത് 200 MB താഴെയാണ്. അപ്ഡേറ്റ് സൈസ് ഡിവൈസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഏത് വേർഷനിൽ നിന്നാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതും അപ്ഡേറ്റ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ 21C66, മോഡം ഫേംവെയർ 6.00.00. അപ്ഡേറ്റ് നോട്ട് നമുക്ക് നോക്കാം. ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് ഈസ് റെക്കമെൻഡഡ് ഫോർ ആൾ യൂസേഴ്സ്. സാധാരണ അപ്ഡേറ്റ് നോട്ട് കൊടുക്കാറ് ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നാണ്. എന്നാൽ ഇവിടെ സെക്യൂരിറ്റി അപ്ഡേറ്റിനെ പറ്റി യാതൊരു കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫിക്സസ് ഒന്നും വന്നിട്ടില്ല. പകരം ബഗ്സുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിവൈസിൽ അതായത് iOS 17.2ലെ ബഗ്ഗുകളാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. iPadOSൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല 17.2.1. iPadOSൽ ഇപ്പോഴും 17.2ൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഐഫോണിലുള്ള ഒരു സ്പെസിഫിക് ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബഗ് ഐപാഡിലില്ല. അതുകൊണ്ട് തന്നെ ഐഫോണിലെ ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 17.2ൽ കുറച്ച് ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. അതായത് iMessage iCloudലേക്ക് സിങ്ക് ആവാത്ത പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിഡ്ജറ്റ് ആപ്പിനകത്ത് നമ്മൾ വെതർ ആപ്പ് സെറ്റ് ചെയ്യുമ്പോൾ റോങ് ആയിട്ടുള്ള ലൊക്കേഷൻ കാണിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലംസ് എല്ലാം ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക് ആപ്പിനകത്തെ ബഗ്ഗുകളും ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തത്. പെർഫോമൻസിലും ബാറ്ററി ലൈഫിലും ചെറിയ ചേഞ്ചസ് വരാനേ ചാൻസ് ഉള്ളൂ. നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ? നിങ്ങളിപ്പോൾ 17.2ലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ ബഗ്ഗുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ 17.2ലാണ് റൺ ചെയ്യുന്നത് പക്ഷേ ബഗ്ഗുകളൊന്നും ഫേസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബഗ്ഗുകളൊന്നും ഫേസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മാക്സിമം എല്ലാവരോടും അപ്ഡേറ്റ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ഡിവൈസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിവൈസിന് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. iOS 17.3യുടെ നെക്സ്റ്റ് ബീറ്റയാണ്. ഡിസംബറിൽ ഇനി ബീറ്റ വരാൻ ചാൻസ് ഇല്ല. നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജനുവരിയിലായിരിക്കും നെക്സ്റ്റ് ബീറ്റ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 17.2.1 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.